നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. നമ്മുടെ ENT ടോക്സിൻ്റെ വേറൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റൈനോപ്ലാസ്റ്റിയെക്കുറിച്ചാണ്. എന്താണ് റൈനോപ്ലാസ്റ്റി? റൈനോപ്ലാസ്റ്റി ബേസിക്കലി ഒരു കോസ്മെറ്റിക് കറക്ഷൻ ഓഫ് ദ നോസാണ് റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്ന പ്രൊസീജിയർ. അതായത് ഇപ്പം നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമാണ്, മൂക്കിന് പല രീതിയിലുള്ള ഷേപ്പുകളുള്ള ആൾക്കാരുണ്ട്. മൂക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള വളരെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് മൂക്ക്, നോസ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വേരിയേഷൻസ് കാണുമ്പോൾ ഒരുപക്ഷെ അത് വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. അതിപ്പോൾ നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സൗത്തിലുള്ള ആൾക്കാരുടെ മൂക്കും, അതേപോലെ നമ്മളിപ്പോൾ നോർത്ത് ഈസ്റ്റ് ഏരിയയിലുള്ള ഇപ്പം ആസാം, മേഘാലയ അങ്ങനത്തെയൊക്കെ ഏരിയാസിലുള്ള ആൾക്കാരുടെ മൂക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ പതുങ്ങിയിരിക്കും. അതേസമയം നമ്മുടെ മൂക്കെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളതാണ്. അതേപോലെ നമ്മൾ ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നോസും, അതുപോലെ ഇപ്പോൾ ചൈനീസ് രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ നോസ് നോക്കിക്കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ പല റേസുകൾ തമ്മിലുള്ള ഫീച്ചേഴ്സിനകത്ത് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ യൂറോപ്യൻസിലുള്ള നോസ് യൂഷ്വലി വളരെ ഷാർപ്പും പോയിൻറ്റഡ് ഫീച്ചേഴ്സ് ഉള്ള നോസാണ്. അത് പക്ഷേ നമ്മുടെ ഇന്ത്യൻ നോസുകളിൽ അങ്ങനെ കാണില്ല. നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ തിക്കാണ്. അപ്പം ഈ നോസിൻ്റെ ഷേപ്പിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യാസം, അത് ഇപ്പോൾ പുറമേ കാഴ്ചയിലുള്ളതാകാം. ഡീഫോമിറ്റീസ് നമ്മൾ പറഞ്ഞു, ഉദാഹരണത്തിന് ക്രൂക്കഡ് നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഇപ്പം ഹമ്പ്, ചിലർക്ക് മൂക്കിൻ്റെ ഇങ്ങനെ നമ്മൾ സൈഡ് ഒരു പ്രൊഫൈലിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു എല്ലിങ്ങനെ എലിവേറ്റഡ് അല്ലെങ്കിൽ പൊന്തിയിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ ഈ പലതരത്തിലുള്ള ഡീഫോമിറ്റീസ് കാണും. ചിലരുടെ മൂക്കിൻ്റെ ടിപ്പ് പോയിൻറ്റഡ് അല്ലായിരിക്കും, ഭയങ്കര ഇങ്ങനെ ഫ്ലാറ്റ് റൗണ്ടഡ് ആയിട്ടുള്ളതായിരിക്കും. ചിലരുടെ മൂക്കിൻ്റെ ദ്വാരങ്ങൾ ഭയങ്കര വലുതായിരിക്കും. അപ്പം പല രീതിയിലുള്ള ഡീഫോമിറ്റീസ് നമുക്ക് ആൾക്കാരിൽ കാണാം. അപ്പം ഈ പറഞ്ഞ ഡീഫോമിറ്റീസ് കറക്റ്റ് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ് നമ്മൾ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അതിനകത്ത് റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള റൈനോപ്ലാസ്റ്റികളുണ്ട്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിന് ശേഷം മൂക്കിൽ ഇങ്ങനെ ഒരു രീതിയിലൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ട്രോമ ഉണ്ടായിട്ട് മൂക്ക് പതുങ്ങിപ്പോവാണ്. അങ്ങനെയുള്ള പേഷ്യൻസിന് ഈ പറഞ്ഞ പോലെ അവരുടെ മൂക്കിൻ്റെ ആ പ്രോമിനൻസ് കിട്ടണം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓഗ്മെൻറ്റ് ചെയ്യാം. അതായത് ആ എലിവേഷൻ അല്ലെങ്കിൽ മൂക്ക് കുറച്ചും കൂടെ പോയിൻറ്റഡ് അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് ആയിട്ട് എടുക്കുക, അത് ചെയ്യാൻ പറ്റും. ചിലരുടെ ഈ പറഞ്ഞ ടിപ്പ് ഭയങ്കര ബ്ലണ്ട് അല്ലെങ്കിൽ വട്ടത്തിലിരിക്കും, നമുക്കത് ഡിഫൈൻ ചെയ്ത് കുറച്ചും കൂടെ പോയിൻറ്റഡ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് മൂക്കിൻ്റെ ലെങ്ത്ത് കൂട്ടാം, മൂക്ക് ഈ ലെങ്ത്ത് ഷോർട്ട് ആക്കാം, ടിപ്പ് പ്രൊജക്റ്റ് ചെയ്യാം, ഈ പറഞ്ഞ പോലെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് പല രീതിയിലുള്ള മാറ്റങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇത് പലപ്പോഴും ജസ്റ്റ് ഒരു കോസ്മെറ്റിക് കൺസേൺ ആണ്. പേഷ്യൻറ്റിന് കാഴ്ചയിൽ കാണുന്ന ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് പേഷ്യൻ്റ് ഒരു ഡോക്ടറിനെ കാണാൻ എത്തുന്നത്. എന്നാൽ ചിലർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൂക്കടപ്പ് വേറെ വിഷയങ്ങൾ കാണും. അപ്പോൾ മൂക്കിൻ്റെ പാലത്തിന് തന്നെ ഒരു വളവുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു സൈഡ് മൂക്ക് അടഞ്ഞിരിക്കുക, പുറമേ നമ്മൾ നോക്കുമ്പോൾ മൂക്കിൻ്റെ ഷേപ്പ് വല്ലാതെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫങ്ഷണൽ കമ്പോണൻ്റ് കൊണ്ടുണ്ട്. കോസ്മെറ്റിക് കൺസേണിന് പുറമെ നമുക്ക് മൂക്കടപ്പുണ്ട്, നമുക്ക് നമ്മുടെ ഫങ്ഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞൊരു ഡീഫോമിറ്റി. അപ്പോൾ അത് ഈ പറഞ്ഞ പലപ്പോഴും നമ്മൾ ഈ റൈനോപ്ലാസ്റ്റിയുടെ കൂടെ സെപ്റ്റോപ്ലാസ്റ്റി, അതായത് മൂക്കിൻ്റെ പാലം നേരെയാക്കുന്ന സർജറിയും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഐഡിയലി ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും മൂക്കടപ്പോ ഫങ്ഷണൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, നമുക്ക് ഈ എക്സ്റ്റേണൽ ഒരു ഡീഫോമിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ ഒരേ സിറ്റിങ്ങിൽ അത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. കാരണം ഒരുപക്ഷെ നമ്മൾ ഇന്ന് മൂക്കടപ്പ് മാറ്റി നാളെ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം നമുക്ക് മൂക്കിൻ്റെ ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളൊരു റിവിഷൻ സർജറി ചെയ്യുമ്പോൾ അത് ടെക്നിക്കലി മോർ ചാലഞ്ചിങ് ആണ്. അപ്പോൾ ഒരു പ്രൈമറി സർജറിയിൽ ഈ പറഞ്ഞ പോലുള്ള കോസ്മെറ്റിക് ഡീഫോമിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ഒരേ ടൈമിൽ ചെയ്യുന്നതാണ് എന്നും അഡ്വൈസബിൾ. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനെ സെപ്റ്റോ റൈനോപ്ലാസ്റ്റി എന്ന് വിളിക്കുന്നത്. അതായത് സെപ്റ്റോപ്ലാസ്റ്റി മൂക്കിൻ്റെ പാലത്തിൻ്റെ മാത്രമായിട്ടുള്ള സർജറി, റൈനോപ്ലാസ്റ്റി കോസ്മെറ്റിക് കറക്ഷൻ ഓഫ് ദ നേസൽ ഫ്രെയിംവർക്ക്, സെപ്റ്റോ റൈനോപ്ലാസ്റ്റി ഇത് രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്ത് ചെയ്യുന്നതിനെയാണ് വിളിക്കുന്നത്. പലപ്പോഴുമുള്ള ചോദ്യം ആരാണ് സെപ്റ്റോ റൈനോപ്ലാസ്റ്റി ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഇതിനകത്ത് ENT സർജൻസ്, ഇത് ട്രെയിൻഡ് ENT സർജൻസ് ഉണ്ട്, അതുപോലെ ഇതിനകത്ത് ട്രെയിൻഡ് പ്ലാസ്റ്റിക് സർജൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടേഴ്സാണ് ജനറലി സെപ്റ്റോപ്ലാസ്റ്റി അല്ലെങ്കിൽ സെപ്റ്റോ റൈനോപ്ലാസ്റ്റി സർജറീസ് ചെയ്യുന്നത്. താങ്ക് യു.